ഹായ്, അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എന്തൊക്കെ ഇപ്പം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നതാണ് എൻ്റെ ഗവേഷണം. എന്നാൽ പിന്നെ 2 തക്കാളിയും കുറച്ച് മോരും വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനതാ 2 തക്കാളി എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ്. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 3 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മുളക് പൊടിയൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടിയെടുക്കാം. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഇങ്ങനെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മൺചട്ടി ഇല്ലേ അതിലാണേ. ഇതിപ്പം പല വീട്ടിലും റയറായിട്ട് കാണുന്ന ഒരു സംഭവമാണല്ലേ. ഇതിലുണ്ടാക്കിയാലേ കറിക്കൊക്കെ നല്ല പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റുമ്പോൾ അതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുകും ഉലുവയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒരു 3 വറ്റൽ മുളകാണ്. അതും കൂടെ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി മിക്സ് ആക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഈ പച്ചമുളക് ഇടുന്ന സമയത്തേ അതിൻ്റെ ഈ എരിവുണ്ടല്ലോ നമ്മുടെ മൂക്കിലോട്ടാണ് കയറുന്നത്. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇല്ലേ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ലോ ടു മീഡിയം തന്നെ വെച്ചാൽ മതിയേ. ഇതിപ്പം ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചൂടാവും. പിന്നെ അത് അതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുന്നുണ്ടേ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇനിയിപ്പോൾ തക്കാളി നമുക്ക് നല്ലോണം ഒന്ന് വാടി കിട്ടണം. അതിനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇങ്ങനെ അടച്ച് വെക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് സെറ്റായി കിട്ടും. ഇപ്പോൾ നോക്കിയാൽ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പച്ചമുളകില്ല അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മുളക് പൊടി ഇടാതെയല്ലേ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നോക്കിയേ ഞാനിപ്പോൾ 1 ഗ്ലാസ് മോരാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണേ. ഇതിപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ. നമ്മളിപ്പോൾ പച്ചമോരാണല്ലോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിതിപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ മുളക് പൊടി ഇട്ടേ പറ്റുമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുളക് പൊടി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കറിക്ക് ജസ്റ്റ് ഒരു യെലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പച്ചമുളക് മാത്രം യൂസ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി സ്പെഷ്യലായിട്ടുള്ള ഒരു താളിപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ചിക്കനോ മീനോ ഒന്നും വേണ്ട. ഈ ഒരു കറി മതി. നമുക്ക് എത്ര ചോറ് വേണേലും കഴിക്കുക. ഇതിപ്പോൾ കുട്ടികളോ മുതിർന്നവരോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കറിയാണ്. പ്രത്യേകിച്ച് പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ.